ദീപാരാധനയ്ക്ക് നട തുറന്നു ഞാൻ, പാവുമ്പക്കാളിയെ തൊഴുതു നിന്നു. ദീപാരാധനയ്ക്ക് നട തുറന്നു ഞാൻ, പാവുമ്പക്കാളിയെ തൊഴുതു നിന്നു. ശ്രീകോവിലകത്ത് മുഖശ്രീ വിതറും കോമളരൂപം കണ്ടു നിന്നു. ശ്രീകോവിലകത്ത് മുഖശ്രീ വിതറും കോമളരൂപം കണ്ടു നിന്നു. കിരാതമൂർത്തിയായ പരമശിവനും അന്നപൂർണേശ്വരിയായ ശ്രീപാർവതിയും അഭീഷ്ടവരദായിനിയായ പാവുമ്പാക്കാളിയും കുടികൊള്ളുന്ന കേരളക്കരയിലാകെ പ്രസിദ്ധിയാർജിച്ച പറമ്പത്തുകുളങ്ങര ശ്രീമഹാക്ഷേത്രം ക്ഷടാധാര പ്രതിഷ്ഠയുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഗണപതി, ശാസ്താവ്, നാഗരാജാവ്, നാഗയക്ഷി, മാടൻ, യക്ഷി, കല്ലേലിൽ അപ്പുപ്പൻ, ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവതകളും ഇവിടെ അധിവസിക്കുന്നു. സങ്കട പരിഹാരത്തിനും അഭീഷ്ട സിദ്ധിക്കുമായി കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുമായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. ഈ മഹാക്ഷേത്രത്തിന്റെ പ്രശസ്തിക്ക് നിദാനം സന്താപജ്ഞയും അഭീഷ്ടവരതയുമായ ശ്രീ പാവുമ്പാക്കാളിയാണ്. ഈ പുണ്യസങ്കേതത്തിൽ അധിവസിക്കുന്ന ദേവതകളുടെ കൃപാകടാക്ഷങ്ങളാണ് നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിനും പുരോഗതിക്കും അടിസ്ഥാനമെന്ന കാര്യത്തിൽ സംശയമില്ല. പാവുമ്പാക്കാളിയെപ്പറ്റി നൂറ്റാണ്ടുകളായി ഒരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട്. ക്ഷേത്രശാന്തിക്കാരനായ ബ്രാഹ്മണ യുവാവും കുറവ സമുദായാംഗമായ കാളിയും തമ്മിലുണ്ടായ പ്രണയബന്ധത്തിന്റെ അതിദാരുണമായ അന്ത്യത്തിന്റെ ചരിത്രമാണത്. ജാതിയുടെ പേരിലുള്ള ഉച്ചനീതിത്വത്തിന്റെയും ബ്രാഹ്മണ മേധാവിത്വത്തിന്റെയും ആ പഴയ കാലം താഴ്ന്ന ജാതിക്കാരുമായുള്ള ബന്ധത്തെ സ്വസമുദായക്കാർ എതിർത്തു. അവരുടെ പീഡനം സഹിക്കവയ്യാതെ യുവാവ് ആത്മഹത്യ ചെയ്തു. ഗർഭിണിയായ കാളിക്ക് സ്വദേശത്ത് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അവൾ ആരോരുമറിയാതെ നാടുവിട്ട് ആറന്മുളയിലെത്തി. അരിവാൾ കൊണ്ട് കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്ത കാളി ഉഗ്രരൂപിണിയായി ഈ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഐതിഹ്യപ്രകാരം കുടിയിരിപ്പ് ദേവതയായ കാളിയെ ഈ ക്ഷേത്രത്തിലല്ലാതെ മറ്റെവിടെയും പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാൻ കഴിയില്ല എന്നതാണ് വിശ്വാസം. അങ്ങനെ ചെയ്യുവാൻ ശ്രമിക്കുന്നത് കാളീകോപത്തിന് കാരണമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ആയതിനാൽ ഈ ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ ഉൾപ്പെടെയുള്ള പരിഹാരകർമ്മങ്ങൾ നടത്തിയാലേ കാളീദോഷം തീരുകയുള്ളൂവെന്നതാണ് ദൈവജ്ഞമതം. സാധാരണ വഴിപാടുകൾക്ക് പുറമെ കാളീദോഷ പരിഹാരത്തിനായി പ്രത്യേകം നടത്തേണ്ട വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. പട്ട്, വിത്ത്, വട്ടി, കോഴി, കൊങ്കി, കരിവള, മുറുക്കാൻ, നെയ്വിളക്ക്, ചരട്, ഗുരുസി, വലിയ പൊങ്കാല എന്നിവയാണിവ. പാവുമ്പാക്കാളിയുടെ അനുഗ്രഹം കിട്ടിയ ഭക്തജനങ്ങൾ നിരവധിയാണിവിടെ. അമ്മേ ദേവി പാവുമ്പാക്കാളിയമ്മേ, പാവുമ്പാക്കാളിയമ്മ എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അനവധി ഭക്തജനങ്ങൾ മതക്കാരും സുഖമില്ലാതെയും സുഖത്തോടെയും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ കാര്യങ്ങൾ നടക്കുന്നതിന്, കുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കുന്നതിന്, അസുഖം മാറുന്നതിന് വേണ്ടിയും ബോധമില്ലാതെ കണ്ട് കൈപിടിച്ച് കെട്ടി കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ വരെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ ഇവിടുന്ന് പോയിട്ടുണ്ട്. നിലവിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരു മഹാക്ഷേത്രമാണ് പാവുമ്പാക്കാളി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും സന്ദർശനം നടത്തുകയും കാളിയമ്മയുടെ ഒരു തോഴനായി വർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കാളിയമ്മയുടെ ഒരുപാട് അനുഭവ കഥകൾ പറയാൻ കൊണ്ട് കാളിയമ്മ അനുഗ്രഹിച്ച നിരവധി ആളുകളുടെ കഥകൾ പറയാനുണ്ട്. കൂട്ടത്തിൽ രണ്ടുപേരുടെ കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആദ്യമായി, ഈ ക്ഷേത്രത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് വളരെ ഒരു മോഷണം
ഒരു തെളിവുമില്ലാതെ നടക്കപ്പെടുകയുണ്ടായി. ആ മോഷണത്തെപ്പറ്റി പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ പരിസരവാസികളൊക്കെ ഇവിടെ ഓടിക്കൂടുകയും ആ അന്വേഷണത്തെപ്പറ്റി ഞങ്ങൾ അറിയാനായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ, എവിടെ നിന്നോ ദൂരദേശത്തു നിന്നോ വന്ന ഒരു സ്ത്രീ പെട്ടെന്ന് ഉറഞ്ഞു തുള്ളുകയും അവർ ഈ പോലീസിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, എന്റെ മുതൽ ഈ ദേശം വിട്ടു പോയിട്ടില്ല, എത്രയും പെട്ടെന്ന് ആ ആള് തന്നെ ഇവിടെ കൊണ്ടു തരുമെന്ന് പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യാതൊരു തെളിവുമില്ലാത്ത ആ കളവ് മുതലുമായി അയാൾ കാളിയമ്മയുടെ അടുത്തേക്ക് വരികയും മാപ്പപേക്ഷ നടത്തുകയും ചെയ്തു. ഇവിടെ സമീപത്തായി 2 ചെന്തങ്ങുകളുണ്ട്, ഗൗളിപാത്ര തെങ്ങ്. ആ ഗൗളിപാത്ര തെങ്ങിൽ നിന്ന് സ്ഥിരം തെങ്ങിൽ കയറുന്ന ഒരാള് ആ ഗൗളിപാത്ര തെങ്ങിൽ നിന്ന് ഈ ക്ഷേത്രം അറിയാതെ രാത്രിയിൽ അതിൽ നിന്ന് മോഷണം നടത്തുവാനായി പരിശ്രമിച്ചു. അയാൾ തെങ്ങിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും അയാളിൽ കാളി പ്രവേശിക്കുകയും അയാൾക്ക് ഇറങ്ങി വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഇവിടെ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അയാളിൽ കാളി പ്രവേശിച്ച് ഉറഞ്ഞു തുള്ളുന്ന അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണുവാൻ സാധിച്ചു. അങ്ങനെ നിരവധി ഇവിടെ ദോഷപരിഹാരത്തിനായി വരുന്നവര് നിരവധി ആളുകളാണ്. കാളിയമ്മയുടെ ഇഷ്ട വഴിപാടായ വിത്തുവട്ടിയാണ് കാളിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട്. ഇതിനു മുമ്പേ ഒരു 10-30 കൊല്ലം മുമ്പേ ഉള്ള ചരിത്രം പറയുകയാണെങ്കിൽ ഇവിടെ വർഷത്തിൽ ഒരു ദിവസം മാത്രം, അത് തന്നെ ഒരു നാഴിയരിയില് ഒരു ഇത്തിരി തെരളി, ഇത്തിരി പായസം, ഇത്തിരി പാൽപ്പായസം, ഇത്തിരി ഇരട്ടിപ്പായസം, ഇത്തിരി വെള്ള നിവേദ്യം കൊണ്ട് 7 കൂട്ടം നിവേദ്യവും കാമ്പൗണ്ട് വളവോ കാര്യങ്ങളോ യാതൊന്നും ഇല്ലാതിരുന്ന അമ്പലം ഇന്ന് മധ്യ തിരുവിതാംകൂറില് വളരെ പ്രസിദ്ധമായ ഒരു അമ്പലമായിട്ട് മാറിയിരിക്കുകയാണ്. നാഴിയരി വർഷത്തിന് മാത്രം വെച്ചുകൊണ്ടിരുന്ന ഒരു നിവേദ്യം വെച്ചിരുന്ന ഒരു അമ്പലത്തില് ഇന്ന് ഏതാണ്ട് ഒരു 10-12 കിലോ അരിയുടെ പായസം മാത്രം ഒരു ദിവസം വെക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് പാൽപ്പായസം, ഇരട്ടിപ്പായസം, അരവണ, പിന്നെ വെള്ള നൈവേദ്യം, ഇങ്ങനെ പല രീതിയിലുള്ള, പിന്നെ ഇവിടെ ഉണ്ണിയപ്പ നിവേദ്യം, തെരളി അത്യാവശ്യം ഉണ്ടെങ്കിൽ അത്, പിന്നെ വത്സൻ, പിന്നെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുമ്പോൾ 2000-3000 പേർക്ക് ഇടിച്ചു പിഴിഞ്ഞ പായസം അല്ലെങ്കിൽ പാൽപ്പായസം, അങ്ങനെ പല രീതിയിലുള്ള വഴിപാടുകൾ നടത്താറുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അവര് ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപയുടെ ഒരു മുതൽ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ വരുന്നവരെടുത്ത് ഞങ്ങൾ ശാന്തിക്കാർ പറയാറുണ്ട്, നിങ്ങൾ ഒരു നാണയം ആ വഞ്ചിക്കകത്തിട്ട് അത് കിട്ടിക്കഴിയുമ്പോൾ എന്തെങ്കിലും അമ്പലത്തിന് ചെയ്യണം എന്നും പണ്ട് ഒരു സത്യം ചെയ്ത് ഒരു നമസ്കരിച്ച് പോകാനേ ഞങ്ങൾ പറയാറുള്ളൂ. പക്ഷെ എന്തോ ഒരു മഹാഭാഗ്യമായിട്ട് ഇതിൽ പലരും വെറും 5-6 ദിവസത്തിനകം തന്നെ 6 പവന്റെ വരെ മാല ഇവിടെ നടക്കി കൊണ്ടുവച്ച സംഭവങ്ങൾ ആവശ്യം പോലെ ഉണ്ട്. അമ്മേ ശരണം, ദേവീ ശരണം. പാവുമ്പക്കാളിയമ്മയുടെ ഒരു എളിയ പൂജകനാണ് ഞാൻ. ഒരുപാട് അനുഭവസ്ഥർ എന്റെ മുന്നിൽ വന്ന് കാളിയമ്മയുടെ മഹത്വം വിവരിക്കാറുണ്ട്. എന്റെ അനുഭവത്തിൽ വന്ന ഒരു കഥ ഞാൻ ഇവിടെ പറയാം. ഏകദേശം 2-3 മാസം മുന്നേ ഒരു സ്ത്രീ വന്ന് അവരുടെ ഭർത്താവുമായിട്ട് വർഷങ്ങളായിട്ട് പിണങ്ങി നിൽക്കുകയാണ്. ദേവിയുടെ എന്തെങ്കിലും വഴിപാട് ചെയ്ത് അതൊന്ന് മാറ്റിത്തരണമെന്ന് എന്നോട് അപേക്ഷിക്കുകയും ഞാൻ എങ്ങനെ ഇവിടുത്തെ പ്രധാന വഴിപാടായ വിത്തുവെട്ടിയും കോഴിയും വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് പൊക്കോളൂ, ഫലമുണ്ടാവും, വിളിച്ചാൽ വിളിപ്പുറത്താണ് അമ്മ, അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് പറയുകയും ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് അവർ അമ്പലത്തിൽ വരികയും വളരെ സന്തോഷവതിയായി വരികയും അവർ പറഞ്ഞു, എന്റെ ഭർത്താവ് വിളിച്ചു, ഞങ്ങളിപ്പം ഒരുമിച്ച് കഴിയുന്നു, സുഖമായിട്ട് കഴിയുന്നു. എന്തായാലും കാളിയമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായി പോകുന്നു. അങ്ങനെ നിരവധി ഭക്തർ വന്ന അനുഭവങ്ങൾ പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. നിങ്ങളുടെ ആരാധനാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും ചരിത്രവും ഉത്സവങ്ങളും ദർശന ടിവിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് കാണുവാൻ ഞങ്ങൾ അവസരമൊരുക്കുന്നു. പൂജ ക്രിയേഷൻസ്, എറണാകുളം. മൊബൈൽ 9349294188 8893457414. ഇമെയിൽ poojaCreations1178@gmail.com. ഇനി ആരും മറന്നിട്ടില്ലല്ലോ? ഇല്ല. ബ്രോക്കർ വരുന്നു. പിന്നെ നല്ല വാതി വരുമ്പോ ചെറുക്കന് ടിവിയും പിടിച്ചൊന്നും വേണ്ട, വാട്ടർ ഫിൽറ്റർ തന്നെ വേണമെന്ന്. വാട്ടർ ഫിൽറ്റർ? അതെ,
കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷന് കിഴക്ക് വശമുള്ള ജീവനായി നിന്ന് തന്നെ വാങ്ങിക്കണമെന്ന്. ഓ, പ്രകൃതിദത്തമായ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഫിൽറ്റർ. ആജീവനാന്ത ഗ്യാരണ്ടി ഉള്ള വാട്ടർ ഫിൽറ്റർ കൊടുക്കാടോ. കല്യാണവും ആജീവനാന്ത കാലത്തേക്കുള്ളതല്ലേ? ചെറുക്കനാള് കൊള്ളാവല്ലോ. ജലം പരിശോധനയ്ക്ക് വിധേയമാക്കി കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ചു നൽകുന്ന ജീവന വാട്ടർ ഫിൽറ്റർ. കുട്ടികളുടെ കൗതുക വസ്ത്രങ്ങൾക്കും ന്യൂ ബോൺ ആക്സസറീസിനും ഓൾ ഇൻ ഓൾ ബേബി ഷോപ്പ്, പള്ളിമുക്ക്, വലിയ കുളങ്ങര, ഓച്ചിറ. കുട്ടികൾക്കും കുട്ടികളെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങളുടെ ഷോറൂമിലേക്ക് സ്വാഗതം. വ്യത്യസ്തങ്ങളായ മോഡലുകളും തെരഞ്ഞെടുത്ത ഫാഷനുകളും. കുട്ടികളുടെ കൗതുക വസ്ത്രങ്ങൾക്കും ന്യൂ ബോൺ ആക്സസറീസിനും ഓൾ ഇൻ ഓൾ ബേബി ഷോപ്പ്, പള്ളിമുക്ക്, വലിയ കുളങ്ങര, ഓച്ചിറ. ട്രാവൻകൂർ ജുവൽസ്, കരുനാഗപ്പള്ളി. ട്രാവൻകൂർ ജുവൽസ് വിജയകരമായ 4ാം വർഷത്തിലേക്ക്. പരിശുദ്ധമായ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലുതും വിശാലവുമായ ഷോറൂം. കേരള, ബോംബെ, കൽക്കട്ട, സിംഗപ്പൂർ, ചെട്ടിനാട് ടെമ്പിൾ കളക്ഷനുകളുടെയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ. 2500 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെയും നവരത്ന മോതിരങ്ങളുടെയും ജന്മനക്ഷത്രക്കല്ലുകളുടെയും പ്രത്യേക ശേഖരം. വെള്ളി ആഭരണങ്ങൾ, വെസലുകൾ, 920 പ്യൂരിറ്റിയുള്ള ഇറ്റാലിയൻ സിൽവർ എന്നിവയ്ക്കായി പ്രത്യേക കൗണ്ടർ. ടൈറ്റൻ ഫാസ്റ്റ് ട്രാക്ക് വാച്ചുകളുടെ ഏറ്റവും പുതിയ മോഡലുകൾ കമ്പനി ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള ടൈറ്റൻ സൂപ്പ് വാച്ചുകളും ലഭ്യമാണ്. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ തുക അഡ്വാൻസായി നൽകി കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാം. എല്ലാ ഞായറാഴ്ചകളിലും ഷോറൂം തുറന്നു പ്രവർത്തിക്കുന്നു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ട്രാവൻകൂർ ജുവൽസ്, ഭവാനി ട്രേഡ് സെന്റർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് മോഡൽ സ്കൂൾ, കരുനാഗപ്പള്ളി. ക്ഷേത്രം തന്ത്രി പുല്ലാമ്പഴിയില്ലം ബ്രഹ്മശ്രീ ദേവൻസനൽ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വലിയ പൊങ്കാലയുടെ പണ്ടാര അടുപ്പിലേക്ക് പ്രശസ്ത സിനിമാ സീരിയൽ താരങ്ങളായ ഗായത്രിയും അനില ശ്രീകുമാറും തീ പകർന്ന് പൊങ്കാല സമാരംഭിച്ചു. പറമ്പത്ത് കുളങ്ങര ശ്രീനിലയം, പറമ്പത്ത് കുളങ്ങര ശ്രീനിലയം എന്നും പാവും ബക്കാളി വാഴും പൊന്നമ്പലം. അഭയം തേടിയെത്തും അഗതികൾക്കെപ്പോഴും ആശ്രയമൂർത്തി വാഴും പുണ്യസ്ഥലം. പറമ്പത്ത് കുളങ്ങര ശ്രീനിലയം എന്നും പാവും ബക്കാളി വാഴും പൊന്നമ്പലം. കോഴിയും കൊങ്കിയും അടുക്കും നേർച്ചയായി തിരുമുൻപിൽ സമർപ്പിച്ചു വണങ്ങുന്നിടം. കോഴിയും കൊങ്കിയും അടുക്കും നേർച്ചയായി തിരുമുൻപിൽ സമർപ്പിച്ചു വണങ്ങുന്നിടം. ആഭിചാരദോഷങ്ങൾ ദുരിതങ്ങളൊക്കെയും അകലുവാനർച്ചന ചെയ്യുമിടം. ആഭിചാരദോഷങ്ങൾ ദുരിതങ്ങളൊക്കെയും അകലുവാനർച്ചന ചെയ്യുമിടം.
കറുപ്പു ചരടും കരിവളയും പട്ടും തിരുമയിലണിയുവാനർപ്പിക്കുമ്പോൾ കറുപ്പു ചരടും കരിവളയും പട്ടും തിരുമയിലണിയുവാനർപ്പിക്കുമ്പോൾ മുഴുക്കാപ്പു ചാർത്തി തെളിയുന്ന തിരുമുഖം ഹൃദയത്തിൽ നിറയുന്ന പുണ്യസ്ഥാനം. മുഴുക്കാപ്പു ചാർത്തി തെളിയുന്ന തിരുമുഖം ഹൃദയത്തിൽ നിറയുന്ന പുണ്യസ്ഥാനം. പറമ്പത്ത് കുളങ്ങര ശ്രീനിലയം എന്നും പാവും പക്കാളി വാഴും പൊന്നമ്പലം. അഭയം തേടിയെത്തും അഗതികൾക്കെപ്പോഴും ആശ്രയമൂർത്തി വാഴും പുണ്യസ്ഥലം. പറമ്പത്ത് കുളങ്ങര ശ്രീനിലയം എന്നും പാവും പക്കാളി വാഴും പൊന്നമ്പലം. ചലച്ചിത്ര താരങ്ങളായ ജഗന്നാഥവർമ്മയും മകൻ മനുവർമ്മയും നേതൃത്വം നൽകിയ ആൽത്തറ പഞ്ചാരിമേളമായിരുന്നു ഈ ഉത്സവത്തിന്റെ മുഖ്യ ആകർഷണം. പാവുമ്പാക്കാളിക്ക് സമർപ്പിച്ച വലിയ കുരിശിയിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. തിരുവാറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗംഭീര കെട്ടുത്സവം കണ്ണുകൾക്ക് നയനമനോഹരമായ അനുഭവമാണ് സമ്മാനിച്ചത്. തിരുവാറാട്ടുണ്ട്, തൃപ്പാവും വാക്കാളിക്ക് കുരുതിയുണ്ട്. കൊടിയേറ്റുണ്ട്, തിരുവാറാട്ടുണ്ട്, തൃപ്പാവും
തൃപ്പാവും വാക്കാളിക്ക് കുരുതിയുണ്ട്. കൊമ്പുകുഴൽ വിളി വാദ്യമേളം കുരവയാർപ്പുണ്ട്. കൊമ്പുകുഴൽ വിളി വാദ്യമേളം കുരവയാർപ്പുണ്ട്. പഞ്ചവാദ്യം പാണ്ടിമേളം തകിലു കൊട്ടുണ്ട്. പഞ്ചവാദ്യം പാണ്ടിമേളം തകിലു കൊട്ടുണ്ട്. പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രം പാവുമ്പാക്കാളി ക്ഷേത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കിരാതമൂർത്തി ഭാവത്തിൽ കുടികൊള്ളുന്ന മഹാദേവനും അന്നപൂർണേശ്വരി ഭാവത്തിൽ കുടികൊള്ളുന്ന പാർവതീ ദേവിയും അഭിഷ്ടവരദായിനിയായ പാവുമ്പാക്കാളിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. പാവുമ്പാക്കാളി ദോഷ പരിഹാരത്തിനായി വിവിധ ദേശങ്ങളിൽ നിന്നും ആളുകൾ നാനാ ജാതി മതസ്ഥരിവിടെ എത്തുന്നുണ്ട്. ഈ ക്ഷേത്ര ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കാലയളവിനുള്ളിൽ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ വരുമാനത്തിനും മറ്റും വളരെയധികം വർധന ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഈ ഒരു ഭരണസമിതി കയറിയതിനു ശേഷം ഇവിടെ വളരെയധികം നടന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഭരണസമിതി പ്രസിഡന്റ് എന്ന നിലയിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുന്നു. നമസ്കാരം, ഞാൻ ഈ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറിയാണ്. ഈ ഭരണസമിതി നിലവിൽ വന്നിട്ട് 1.5 വർഷമാവുന്നു. ഇതിനുള്ളിൽ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. അതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിലെ അന്നദാനം, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി, മണിമണ്ഡപം, പാഠപുസ്തക വിതരണം, ക്ഷേത്രം ഫുൾ CCTV നിരീക്ഷണ സംവിധാനമാക്കി അടുത്ത ചാരിറ്റി പ്രവർത്തനമായ പാവുമ്പാക്കാളി മംഗല്യനിധി എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും അതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ 2 നിർദ്ധരായ പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ നിശ്ചയിക്കുകയും തീരുമാനിച്ചു. പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രം പാവുമ്പാക്കാളി ക്ഷേത്രത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ നിത്യവും സന്ദർശിക്കുകയും അനുഗ്രഹം നേടുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. അതിനനുസരിച്ച് തന്നെ ഒരു 10-25 കൊല്ലങ്ങളായി നമ്മുടെ ക്ഷേത്രത്തിന് വളരെയധികം അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ക്ഷേത്രത്തിന് ഉണ്ടാകുന്ന ആ അഭിവൃദ്ധി ഈ നാട്ടിലെ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും കൂടി സഹായകരമാകണം എന്നുള്ള ഭരണസമിതിയുടെ ഉദ്ദേശത്തിന്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അതിന്റെ ഭാഗമായി ചികിത്സാ ധനസഹായ വിതരണം, പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണ വിതരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതി മറ്റൊരു പുതിയ പദ്ധതിയായ പാവുമ്പാക്കാളി മംഗല്യനിധി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിർധനരായ 2 പെൺകുട്ടികളുടെ വിവാഹം ഒരു തുടക്കമെന്നുള്ള നിലയിൽ ഈ വരുന്ന ഏപ്രിൽ മാസം ക്ഷേത്രത്തിലെ സപ്താഹത്തോടനുബന്ധിച്ച് നടത്തണം എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് പാവുമ്പാക്കാളിയമ്മയുടെ ഭക്തജനങ്ങളുടെയും സംഘടനകളുടെയും മറ്റും അകമഴിഞ്ഞ സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഉള്ള ജനങ്ങൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിനുണ്ടാകുന്ന അഭിവൃദ്ധിയും അതിലെ വരുമാനവും ഒരു ഭാഗം സമൂഹത്തിലെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് കൂടി നീക്കിവെക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഈ മംഗല്യനിധി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് വരുന്ന ഏപ്രിൽ മാസം തന്നെ നടത്താനാണ് ഉദ്ദേശം. അതുവഴി നാടിനും നാട്ടുകാർക്കും ഒരു പ്രയോജനം ഉണ്ടാവുകയും അത് പാവുമ്പാക്കാളിയമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും അത്തരത്തിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് ഇവിടുത്തെ ദേവീദേവന്മാരുടെ തിരുസന്നിധിയിൽ വെച്ച് അത് മംഗളകരമായി നടക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. എല്ലാവർക്കും കാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.
കരുനാഗപ്പള്ളിയിലെ ഏക സമ്പൂർണ്ണ വസ്ത്രാലയം. തുപ്പാശ്ശേരിൽ ക്ലോത്ത് സെന്റർ. വിലക്കുറവിനും വിശ്വസ്തതയ്ക്കും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി തുപ്പാശ്ശേരിൽ ക്ലോത്ത് സെന്റർ, കരുനാഗപ്പള്ളി. ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ. നിങ്ങൾക്കിഷ്ടപ്പെടും വിധമുള്ള വസ്ത്രങ്ങൾ. തുപ്പാശ്ശേരിയുടെ മാത്രം പ്രത്യേകത. ലോഗോൺ ടു www.tupasheri.com. അതെന്താടാ? എടാ കുഞ്ഞ്, ഇവിടുത്തെ വെള്ളം കുടിച്ചാൽ ഒരസുഖം വരില്ല. ഇവിടെ ജീവനാക്കുടെ വാട്ടർ ഫിൽറ്ററാ ഉപയോഗിക്കുന്നത്. ആജീവനാന്ത ഗ്യാരണ്ടിയോടുകൂടി ചെറുതും വലുതുമായി നിർമ്മിച്ചു നൽകുന്ന വാട്ടർ ഫിൽട്ടർ ജീവന അക്വ ഹൈസ്കൂൾ ജംഗ്ഷൻ, കിഴക്കുവശം, കരുനാഗപ്പള്ളി. മൊബൈൽ 9946385559 9497781419. അൽഷിഫ ഫേഷ്യൽ സർജറി സെന്റർ, ഓച്ചിറ. മൂക്ക്, ചെവി, ചുണ്ട് എന്നിവയുടെ ആകൃതി വൈകല്യം മൂലമുണ്ടാകുന്ന വൈരൂപ്യങ്ങൾ, മുഖാസ്ഥികളുടെ ആകൃതി വ്യതിയാനം മൂലമുണ്ടാകുന്ന വൈരൂപ്യങ്ങൾ, അപകടങ്ങളാൽ മുഖാസ്ഥികൾക്ക് സംഭവിക്കുന്ന ഒടിവുകൾ, മുഖത്തും വായിലും ഉണ്ടാകുന്ന മുറിവുകൾ, മുറിവ് പാടുകൾ, മുച്ചെറി പോലുള്ള വൈകല്യങ്ങൾ, മുറിഞ്ഞ കാതുകൾ, മുഴകൾ, മറുകുകൾ, സംസാര വൈകല്യമുണ്ടാക്കുന്ന നാവിലെ കെട്ട്, മുഖത്തും വായിലുമുണ്ടാകുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ നിർണയവും ചികിത്സകളും തുടങ്ങി മുഖസംബന്ധമായ എല്ലാവിധ അസുഖങ്ങൾക്കുമുള്ള ചികിത്സകൾ ഇവിടെ ലഭ്യമാണ്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. അൽഷിഫ ഫേഷ്യൽ സർജറി സെന്റർ, ഓച്ചിറ. ഓച്ചിറ ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് ചൂനാട് റോഡിന്റെ സൈഡിലായി സ്ഥിതി ചെയ്യുന്നു. ഫോൺ 9400769321 9744989898. അൽഷിഫ ഫേഷ്യൽ സർജറി സെന്റർ, ഓച്ചിറ. ഓൾ ഇൻ ഓൾ ലേഡീസ് ഓൺലി, ദലിങ്കേരി ഷോപ്പ്, പള്ളിമുക്ക്, വലിയ കുളങ്ങര, ഓച്ചിറ. ബ്രാൻഡഡ് ലേഡീസ് ഇന്നർ വെയറുകൾക്കും മെറ്റേണിറ്റി വെയറുകൾക്കും കോസ്മെറ്റിക്സിനും മാത്രമായി ഓൾ ഇൻ ഓളിന്റെ പുതിയ സംരംഭം ഓൾ ഇൻ ഓൾ ലേഡീസ് ഓൺലി, ദലിങ്കേരി ഷോപ്പ്, പള്ളിമുക്ക്, വലിയ കുളങ്ങര, ഓച്ചിറ. എ ന്യൂ വെഞ്ചർ ഫ്രം ദ ഹൗസ് ഓഫ് ഓൾ ഇൻ ഓൾ. ഫോൺ 047626900803 9496740595. തുടർന്ന് ദേവിയുടെ തിരുവാറാട്ട്, ആറാട്ട് വരവ്. കൊടിയിറക്ക്. ദേവിയുടെ തിരുവുത്സവത്തിന് പരിസമാപ്തിയായി. നിങ്ങളുടെ ജീവിതത്തിലെ മംഗളമുഹൂർത്തങ്ങൾ എന്തു തന്നെയാകട്ടെ, ദർശന ടിവിയിലൂടെ ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കാണുവാൻ ഞങ്ങൾ അവസരമൊരുക്കുന്നു. നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ? നിങ്ങളുടെ ബിസിനസ് വിശേഷങ്ങൾ ദർശന ടിവിയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ അവസരമൊരുക്കുന്നു. ചിത്രീകരണം പൂർത്തിയായ ടിവി പ്രോഗ്രാമുകൾ ദർശന ടിവിയിലൂടെ സംപ്രേഷണം ചെയ്യുവാൻ ഞങ്ങൾ അവസരമൊരുക്കുന്നു. ടിവി പ്രോഗ്രാമുകളിലേക്ക് കഴിവുള്ള പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്. പൂജ ക്രിയേഷൻസ്, കരുനാഗപ്പള്ളി. കിനാവിൽ കണ്ട ചിത്രത്തിന് സാക്ഷാത്കാരവുമായി പൂജ ക്രിയേഷൻസ്, കരുനാഗപ്പള്ളി. നൂതന ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, വിവാഹ ഫോട്ടോകൾ, വീഡിയോ ആൽബങ്ങൾ, ഫാഷൻ ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ ആൽബം, മാഗസിൻ ആൽബം എന്നിവ ചെയ്തു കൊടുക്കുന്നു. LCD മോണിറ്റർ,
ജിബ് എന്നിവയുപയോഗിച്ച് വിവാഹ വീഡിയോ ചിത്രീകരണം തത്സമയം സംപ്രേഷണം ചെയ്യുന്നു. പരസ്യ ചിത്രീകരണ രംഗത്തും പുതുപുത്തൻ ടെക്നോളജിയുമായി പൂജ ക്രിയേഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വപ്ന സാക്ഷാത്കാരവുമായി പൂജ ക്രിയേഷൻസ് എറണാകുളം. ബ്രാഞ്ച് ഹൈസ്കൂൾ ജംഗ്ഷൻ കരുനാഗപ്പള്ളി. മൊബൈൽ 9349294188 8893457414.